ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ഗാർലിക് ചിക്കനാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത്രയും സമയം കൊണ്ട് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചിക്കനിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചിക്കനെല്ലാം മുഴുവനായിട്ട് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഈ ചിക്കൻ പിന്നീട് വേവിക്കുന്നില്ല. അപ്പോൾ 2 വശവും നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു വശം ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചതുകൊണ്ട് തന്നെ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. വീണ്ടും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പോൾ 2 വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ തന്നെ ധാരാളമാണ്. ഇനി ഈ ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ആ പാനിലുള്ള ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. എന്നിട്ട് അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ എല്ലാം മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ എരിവിനായിട്ട് ഒരു വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റാം. നമ്മളിതിലേക്ക് സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ സോയ സോസാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡാർക്ക് കളറിലുള്ള സോയ സോസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഗ്രേവി എല്ലാം ഇതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂടെ 1/2 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ അത് നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ടൊമാറ്റോ സോസ് ചേർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബട്ടർ ഗാർലിക് ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.